വിദ്യാർത്ഥികളെ, 7ാം ക്ലാസ് ആനുവൽ ഇവാലുവേഷൻ 2024-25 ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസർ കീയുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മക്കൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ആക്ടിവിറ്റികളിലേക്ക് പോവാം. എനിക്കറിയാം നിങ്ങൾക്ക് ആക്ടിവിറ്റി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ. ഫസ്റ്റ് ആക്ടിവിറ്റി റീഡിംഗ് കോംപ്രഹെൻഷൻ എന്നുള്ളതാണ്. റീഡ് ദ പോയം ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്നത് എന്താണ്? ഒരു പോയമാണ്. അത് വായിച്ച് അതിന് താഴെ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. പോയം ഒന്ന് വായിച്ച് നോക്കാം നമുക്ക്. എ വേൾഡ് ഓഫ് വണ്ടേഴ്സ്. The world is wide with dreams of chase, endless horizons, a vast embrace. With courage in your heart, take flight. The stars will guide you through the night. Every step you take, every door you find, opens a world for your curious mind. So don't be afraid, just start today. The world is yours in every way. What does the poem suggest about the world? First question adana. What does the poem suggest about the world? ഈ പോയം എന്താണ് വേൾഡിനെ കുറിച്ച് എന്താണ് സജസ്റ്റ് ചെയ്യുന്നത്? ഈ പോയം എന്താ പറയുന്നത്? ദ വേൾഡ് ഈസ് വൈഡ് വിത്ത് ഡ്രീംസ് ഓഫ് ചേഞ്ച് അല്ലേ. ഇറ്റ് ഈസ് വൈഡ് വിത്ത് ഡ്രീംസ് ടു ചേസ്. ഇതാണ് ശരിയായ ഉത്തരം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു ദ പോയം വാട്ട് വിൽ ഗൈഡ് യു ത്രൂ ദ നൈറ്റ്? ഈ പോയം പറയുന്ന അനുസരിച്ച് വാട്ട് വിൽ യു ഗൈഡ് യു ത്രൂ ദ നൈറ്റ്? രാത്രി നിങ്ങൾ എന്താണ് നിങ്ങൾ ഗൈഡ് ചെയ്യുന്നത്? എന്താണ്? യുവർ കറേജ്, യുവർ സ്റ്റാർസ്, ദ സ്റ്റാർസ്, ദ മൂൺ, യുവർ ഫ്ലൈറ്റ്. ഏതാണ്? ദ സ്റ്റാർസ്. സ്റ്റാർസ് ആണ് ചേസ് ചെയ്യുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഷുഡ് യു ഡു എക്സ്പ്ലോർ ദ വേൾഡ്? വാട്ട് ഷുഡ് യു ഡു ടു എക്സ്പ്ലോർ ദ വേൾഡ്? എങ്ങനെയാണ് എക്സ്പ്ലോർ ചെയ്യുന്നത്? ടേക്ക് എ ഫ്ലൈറ്റ് വിത്ത് കറേജ് ഇൻ യുവർ ഹാർട്ട്. നാലാമത്തെ ക്വസ്റ്റ്യൻ, ബേസ്ഡ് ഓൺ ദ ഐഡിയാസ് ഇൻ ദ പോയം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് കറക്റ്റ്? പോയം അനുസരിച്ച് ഇതിൽ കറക്റ്റ് അല്ലാത്തത് ഏതാണ്? ഈ പോയത്തിന്റെ ഐഡിയാസ് വെച്ച് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് കറക്റ്റ്, ഏതാണ് കറക്റ്റ് അല്ലാത്തത്? ഏതാണ് കറക്റ്റ് അല്ലാത്തത്? ദ വേൾഡ് ഈസ് വൈഡ് വിത്ത് ഡ്രീംസ്. അത് കറക്റ്റ് ആണ്, അതിൽ പറയുന്നുണ്ട് അല്ലേ. കറേജ് ഇസ് നോട്ട് എസെൻഷ്യൽ ടു ചേസ് ഡ്രീംസ്. ഡ്രീംസ് ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് കറേജ് അല്ലേ, കറേജ് എസെൻഷ്യൽ അല്ല എന്നാണ് പറയുന്നത്. അതാണ് ഇതിൽ എന്താണ് ശരിയല്ലാത്ത കറക്റ്റ്. ചേസ് ചെയ്യാൻ കറേജ് ഈസ് എസെൻഷ്യൽ അല്ലേ, എസെൻഷ്യൽ ആണെന്നാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ കറേജ് ഈസ് നോട്ട് എസെൻഷ്യൽ ടു ചേസ് ഡ്രീംസ്. ഇതാണ് തെറ്റായിട്ടുള്ള കാര്യം. ഇനി വാട്ട് ഡസ് എവറി സ്റ്റെപ്സ് ആൻഡ് ഡോർ റെപ്രസെന്റ് ഇൻ ദ പോയം? ഈ പോയത്തിൽ പറയുന്ന എവറി സ്റ്റെപ്പ് ആൻഡ് ഡോർ ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് എന്തിനെയാണ്? ഓപ്പർച്യൂണിറ്റീസ് ടു എക്സ്പ്ലോർ. എന്താണ്? ഓപ്പർച്യൂണിറ്റീസ് ടു എക്സ്പ്ലോർ. ഇനി സെക്കൻഡ് ആക്ടിവിറ്റി 2 കോൺവെർസേഷൻ ആണ്. ഹിലാരിയോ സിസ്റ്റർ വിസിറ്റഡ് ആൻ ഓർഫനേജ്. ഹിലാരിയുടെ സിസ്റ്റർ എന്ത് ചെയ്തു? ഒരു ഓർഫനേജ് വിസിറ്റ് ചെയ്തു. ഷി ഹാഡ് ടോയ്സ് വിത്ത് ഹെർ ഫോർ ചിൽഡ്രൻ. അവള് ടോയ്സ് എന്ത് ചെയ്തു? കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് പോയി. The children were happy to see the toys, but she noticed a boy who had no interest in toys. അവൾ അതിനകത്ത് എന്താണ്? ഒരു ബോയ് മാത്രം എന്താണ് ഇൻട്രസ്റ്റ് ഇല്ലാതിരിക്കുന്ന കണ്ടു. അപ്പൊ ഹിലാരിയുടെ സിസ്റ്റർ വാണ്ട് ടു നോ മോർ അബൌട്ട്. ഹിലാരിയുടെ സിസ്റ്ററിന് അവനെ കുറിച്ച് കൂടുതൽ അറിയണമെന്ന് തോന്നി. ദേ ബിഗാൻ ടു ടോക്ക്. അവർ സംസാരിക്കാൻ ആരംഭിച്ചു. അപ്പോ ഹിലാരിയുടെ സിസ്റ്റർ എന്താ പറയണ്ടാവുക? ഹിലാരിയുടെ സിസ്റ്റർ പറഞ്ഞു, ഡോണ്ട് യു ലൈക്ക് ടോയ്സ്? നിനക്ക് ടോയ്സ് ഇഷ്ടമല്ല. അപ്പൊ ബോയ് എന്തായിരിക്കും പറഞ്ഞത്? യെസ് ഐ ലൈക്ക് ടോയ്സ്. എനിക്ക് എന്താണ്? ടോയ്സ് ഇഷ്ടമാണ്. ഐ ലൈക്ക് ടോയ്സ്. എനിക്ക് ടോയ്സ് ഇഷ്ടമാണെന്ന്. അപ്പൊ ഹിലാരിയുടെ സിസ്റ്റർ, വാട്ട് ഗിഫ്റ്റ് വുഡ് യു ലൈക്ക് ടു ഹാവ്? വാട്ട് ഗിഫ്റ്റ് വുഡ് യു ലൈക്ക് ടു ഹാവ്? നിനക്ക് ഏത് ഗിഫ്റ്റാണ്, എന്ത് ഗിഫ്റ്റാണ് കൂടുതൽ ഇഷ്ടം എന്ന് ചോദിക്കണം. അപ്പൊ എന്താണ്? ഐ വാണ്ട് ആൻ അംബ്രല്ല. അവന്റെ ഈ എനിക്ക് അവൻ അംബ്രല്ലല്ലേ അവന്റെ നഷ്ടപ്പെട്ടു പോയ. അവൻ പറയണ എന്താണ്? ഐ വാണ്ട് ആൻ അംബ്രല്ല. അംബ്രല്ല എനിക്ക് വേണ്ടത് എന്താണ്? ഒരു അംബ്രല്ലയാണ്. അപ്പൊ ഹിലാരിയുടെ സിസ്റ്ററിക്കും എന്തിനായിരിക്കും നീ കൂടുതൽ അതിനെ ഇഷ്ടപ്പെടുന്നത്? വൈ ഡിഡ് യു മോർ ലൈക്ക് ടു ദാറ്റ് അംബ്രല്ല? എന്തുകൊണ്ടാണ് നീ ആ അംബ്രല്ലേനെ കൂടുതൽ ഇഷ്ടപ്പെടുന്നതൊക്കെയാണ്. അപ്പൊ ബോയ് എന്തായിരിക്കും പറയണേ? ഇറ്റ് ഗിഫ്റ്റഡ് ടു മൈ
ഫാദർ, അതെനിക്ക് നൽകിയതെൻ്റെ ഫാദറാന്ന് പറയണം. അപ്പോൾ ഹിലാരി സിസ്റ്റർ വെർ ഈസ് യുവർ ഫാദർ, ഫാദർ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും അല്ല വെർ ഈസ് യുവർ അംബ്രല്ല എന്ന് ചോദിക്കും. അപ്പോൾ അംബ്രല്ല എന്താണ്? ദാറ്റ് ഈസ് മിസ്ഡ്, ഐ മിസ്ഡ് ഇറ്റ് ദാറ്റ്, അതെൻ്റെ മിസ് ചെയ്തു എന്ന് പറയണം. അപ്പം അവൾ പറയണേ എന്താണ്, ഞാൻ എന്താ നിനക്കൊരു അംബ്രല്ല വാങ്ങിച്ചു തരാം എന്നൊക്കെ പറയണം. അപ്പോൾ പോയി ഓക്കെ താങ്ക് യു എന്ന് പറയാം. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആക്ടിവിറ്റി 3 എഡിറ്റിംഗ് ആണ്. ഹിയർ ഇസ് എ പാസേജ് അബൌട്ട് ദ ന്യൂ വേൾഡ് ചെസ് ചാമ്പ്യൻ ഡി ഗുഗേഷ്. ദർ ആർ സം എറേഴ്സ് ഇൻ ഇറ്റ്, എഡിറ്റ് ദം. ഇതിലൊരു ചെസ് ചാമ്പ്യൻ ഗുഗേഷിൻ്റെ കുറിച്ചാണ് നൽകിയിരിക്കുന്ന പാസേജ് ആണ്. ഇതിൽ കുറച്ച് തെറ്റുകളുണ്ട്, ആ തെറ്റുകൾ തിരുത്താനാണ് പറഞ്ഞത്. അപ്പോൾ ഡി ഗുഗേഷ് എന്തായിരിക്കും പറയേണ്ടത് നമുക്ക് നോക്കാം. ഡി ഗുഗേഷ് ദ കറന്റ് വേൾഡ് ചെസ് ചാമ്പ്യൻ വാസ് ബോൺ ഇൻ മെയ് 29 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻ മെയ് 29 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്നല്ല വേണ്ടത്, ഓൺ മെയ് 29, 2006. ഹി ഡിഫീറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡിഫീറ്റഡ് ദ പ്രീവിയസ് വേൾഡ് ചെസ് ചാമ്പ്യൻ ഡിനിലിയൻ ഇൻ 2024. ഗുഗേഷ് ഈസ് എ ഇൻസ്പിരേഷൻ ത്രില്ലിംഗ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ ഓർഡർ തെറ്റാണ്. ആദ്യം എന്താ വേണ്ടത്? ത്രില്ലിംഗ് ഇൻസ്പിരേഷൻ എന്നാണ് വേണ്ടത്. ത്രില്ലിംഗ് ഇൻസ്പിരേഷൻ എന്നാണ് വേണ്ടത്. ടു ദ ചിൽഡ്രൻ വേൾഡ് വൈഡ്. ഹി എന്നുള്ളത് സ്മോൾ ലെറ്റർ ആണ് ഇവിടെ തുടങ്ങിയിരിക്കുന്നത്, അപ്പോൾ ക്യാപിറ്റൽ ലെറ്റർ ആക്കണം. ഹി ഈസ് ആൻ എക്സലൻറ്റ് എന്നുള്ളത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ് വന്നിരിക്കുന്നത്. EXC ഉണ്ട്, CELLENT. എക്സാമ്പിൾ ഫോർ ഹാർഡ് വർക്ക് ആൻഡ് ഡിറ്റർമിനേഷൻ. നെക്സ്റ്റ് എഴുതേണ്ടത് എന്താണ്? ഒരു പ്രൊഫൈൽ എഴുതാനാണ് പറയുന്നത്. പ്രിപ്പയർ ദ പ്രൊഫൈൽ MT വാസുദേവൻ നായർ. MT വാസുദേവൻ നായറിനെ കുറിച്ചൊരു പ്രൊഫൈൽ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ദ ഫോളോയിങ് ഹിൻസ് മേ ഹെൽപ്പ് യു. ഇവിടെ ഹിൻസുകൾ തന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം എന്താണ്? മാടത്ത് തെക്കേപ്പുറത്ത് വാസുദേവൻ നായർ. പോപ്പുലർലി നോൺ ആസ്, അദ്ദേഹത്തിൻ്റെ അറിയപ്പെടുന്ന പേര് MT വാസുദേവൻ നായർ എന്നാണ്. ഡേറ്റ് ഓഫ് ബർത്ത് July 15, 1993. പ്ലേസ് ഓഫ് ബർത്ത് കൂടല്ലൂർ, പാലക്കാട്, കേരള. പ്രൊഫഷൻ ഓതർ, സ്ക്രീൻ പ്ലേ റൈറ്റർ, ഫിലിം മേക്കർ. കീ കോൺട്രിബ്യൂട്ടഡ് സിഗ്നിഫിക്കൻ്റ്ലി ത്രൂ ഹിസ് നോവൽ, ഷോർട്ട് സ്റ്റോറീസ്, സ്ക്രീൻ പ്ലേസ് ആൻഡ് ഫിലിംസ്. അപ്പോൾ ഇത് എഴുതുമ്പോൾ ആദ്യം MT വാസുദേവൻ നായർ എന്ന് ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് എന്താ നമ്മൾ എഴുതേണ്ടത്? MT വാസുദേവൻ നായർ വാസ്, അദ്ദേഹം മരിച്ചുപോയി അല്ലേ. ബോൺ ഓൺ എന്നാണ്? വാസ് ബോൺ ഓൺ എന്നാ? July 15, 1993. ഇതെവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. അതുപോലെ നിങ്ങൾക്ക് എഴുതാം. വാസ് ബോൺ ഓൺ എന്താണ്? വാസ് ബോൺ ഓൺ July 15, 1933. എവിടെയാണ്? ഇൻ പാലക്കാട്, ഇൻ കേരള. കൂടല്ലൂർ പാലക്കാട് ഇൻ കേരള എന്ന് കൊടുക്കുക. പിന്നെ അദ്ദേഹത്തിന് ഫുൾ നെയിം MT വാസുദേവൻ നായർ, ഫുൾ നെയിം വാസ് എന്തായിരുന്നു? മാടത്ത് തെക്കേപ്പാടത്ത് വാസുദേവൻ നായർ. അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം അതായിരുന്നു. He was a famous author, screenplay writer and filmmaker. He was famous author, screenplay writer, filmmaker. He was contributed significantly through his novel, short stories, screenplays and films. ഇത്രയൊക്കെ പറഞ്ഞ് എഴുതാം. പിന്നെ ഹി ഡെഡ് ഓൺ, അദ്ദേഹം മരിച്ചതെന്നാണ് December 2024. അപ്പോൾ അതൊക്കെ എഴുതാവുന്നതാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഫേമസ് നോവൽസ് നാലുകെട്ട്, രണ്ടാമൂഴം, കാലം, അസുരവിത്താണ്. ഷോർട്ട് സ്റ്റോറീസ്, ഹിസ് സ്റ്റോറി കളക്ഷൻ സ്വർഗം തുറക്കുന്ന സമയം, നിന്റെ ഓർമ്മയ്ക്ക്, ഇരുട്ടിൻ്റെ ആത്മാവ്. പിന്നെ അദ്ദേഹത്തിൻ്റെ സ്ക്രീൻ പ്ലേ എന്ന് പറഞ്ഞാൽ ഒരു വടക്കൻ വീരഗാഥ, പഞ്ചാഗ്നി, പിന്നെ കടവ് പഴശ്ശിരാജ, ഇതൊക്കെ എഴുതാം. പിന്നെ അദ്ദേഹത്തിൻ്റെ ഹിസ് ഗോട്ട് മേജർ അവാർഡ്സ്, ജൻപിത് അവാർഡ്, ഇന്ത്യസ് ഹയസ്റ്റ് ലിറ്റററി ഹോണർ, സാഹിത്യ അക്കാദമി അവാർഡ് ഫോർ കേരളം, പത്മവിഭൂഷൺ, അതൊക്കെ ഇൻ 2025. നാഷണൽ ഫിലിം അവാർഡ്സ്, ബെസ്റ്റ് സ്ക്രീൻ പ്ലേ റൈറ്റർ, ബെസ്റ്റ് ഫീച്ചർ ഓഫ് ഫിലിം ഡയറക്ടർ. ഹി ഡെഡ് ഓൺ 25/12/2024. പിന്നെ ക്യാരക്ടർ സ്കെച്ച്. ഹോപ്പ് യു റിമെമ്പർ റിക്കി ഇൻ ദ സ്റ്റോറി എ റോബോട്ട് വിത്ത് എ വൈറസ്. റോബോട്ട് വിത്ത് വൈറസ് എന്ന് പറഞ്ഞാൽ സ്റ്റോറിയിലെ റിക്കിയെ നിങ്ങൾക്ക് അറിയാം അല്ലേ. ഡെവലപ്പ് എ ക്യാരക്ടർ സ്കെച്ച് ഓഫ് റോക്കി ഫ്രം ഹിൻസ് ഗിവൺ ബിലോ. അപ്പോൾ റിക്കിയെ കുറിച്ച്
നിങ്ങൾ അതിൻ്റെ കഥാപാത്ര നിരൂപണം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ റിക്കിയുടെ ക്യാരക്ടർ എന്തൊക്കെയാണ് ഇന്നത്തെ പറയുന്നത്? എന്താണ് lived in lovely futuristic house, neglecting mother's instruction and always playing, habit of complaining to parents about robot, slowly habits throwing belonging, uneasiness with a robot and spying on it, feeling ashamed, deciding to become a maximum efficiency boy. അപ്പോൾ ഇതെല്ലാം കൂട്ടിച്ചേർത്ത് എന്താണ് അതിൻ്റെ ക്യാരക്ടർ സ്കെച്ച് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആക്ടിവിറ്റി നെക്സ്റ്റ് ആക്ടിവിറ്റി ഡയറി എഴുതാനാണ്. എ സ്റ്റോറി റോബോട്ട് വിത്ത് വൈറസ്. റിക്കി ഫൈനലി റിയലൈസ്ഡ് ദ റോബോട്ട് വാസ് നെയ്തർ ബ്രോക്കൺ നോർ മിസ്പ്രോഗ്രാംഡ്. ഹി ഫെൽറ്റ് അഷെയിംഡ് ഫോർ ദ കംപ്ലൈൻറ്റ്സ് ഹി മേഡ് ടു ദ ഫാദർ. ഹി ഫെൽറ്റ് സോറി ഫോർ ദ റോബോട്ട് ആൻഡ് റോട്ട് ഹിസ് ഫീലിംഗ്സ് ഇൻ ഡയറി. പ്രിപ്പയർ എ ഡയറി എൻട്രി. അപ്പോൾ ഡയറി എഴുതാനാണ്. അപ്പോൾ ഡയറി എഴുതുമ്പോൾ നമ്മൾ ആദ്യം എന്താണ് ഡേറ്റ്, ടൈം ഇതൊക്കെ എഴുതിയിട്ട് പറയാം. ടുഡേ is unforgettable day. Today I finally realized the robot was neither broken or non-programmed. I felt ashamed for the complaints he made to my father. I felt sorry for the robot. എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ ഇതിനകത്ത് തന്നെ സെൻറ്റൻസുകൾ ഉണ്ടാക്കി എന്ത് ചെയ്യാം, ഡയറി എഴുതാം. നെക്സ്റ്റ് പ്രിപ്പയർ ഇൻസ്ട്രക്ഷൻ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. യുവർ സ്കൂൾ ഡിസൈഡ് ടു കണ്ടക്ട് ആനുവൽ ആർട്സ് ഫെസ്റ്റ് ഇൻ ദ നെക്സ്റ്റ് വീക്ക്. യു ഹാവ് ഓർഗനൈസ് ദ പ്രോഗ്രാം. പ്രിപ്പയർ സെറ്റ് ഇൻസ്ട്രക്ഷൻ ഫോർ ദ സ്റ്റുഡൻസ് പാർട്ടിസിപ്പേറ്റ് ഇൻ ആർട്സ് കോമ്പറ്റീഷൻ. നിങ്ങൾ ഏതെങ്കിലും 4 ഇൻസ്ട്രക്ഷൻ ആനുവൽ ആർട്സ് ഫെസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള 4 ക്ലിയർ ആൻഡ് കോൺഷ്യസ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല കോണ്ടെക്സ്റ്റ് ഉള്ള 4 റിലവൻസ് ആയ ഇൻസ്ട്രക്ഷൻസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങളുടെ ആൻസർക്ക് ഉള്ളത്. അപ്പോൾ മക്കൾ ഈ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ദെൻ സീ യു അഗെയിൻ. താങ്ക് യു.